കാണുമ്പോൾ അത് ജെല്ലിമിഠായി എന്നൊക്കെ തോന്നും, പക്ഷെ ജെല്ലിമിഠായി അല്ല. ഇതിൻ്റെ പേരാണ് കുച്ചിന്ത. ഇത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയിലെ ഒരു ഫുഡാണ് കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് പർപ്പസ് ഫ്ലോർ എന്ന് വെച്ചാൽ മൈദയാണ് കേട്ടോ. ഈ കാണിക്കുന്നത് ടോപ്പിയോക്ക പൗഡർ എന്ന് വെച്ചാൽ നമ്മളെ കപ്പയുടെ പൊടിയാണ്. നമുക്കത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതൊരു കപ്പ് എടുത്തു. പിന്നെ റൈസ് ഫ്ലോർ ഗ്ലൂട്ടനിയസ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊരു 1/4 കപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ബ്രൗൺ ഷുഗർ 1 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കളറിന് വേണ്ടിയിട്ട് അന്നാറ്റ പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊരു ചുവന്ന കായ പൊടിച്ചതാണ്, നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ട് ഡാർക്ക് ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 2.5 കപ്പ് നോർമൽ വാട്ടർ എന്ന് വെച്ചാൽ ചൂടുവെള്ളമോ നന്നായിട്ട് തണുത്തതൊന്നും വേണ്ട, ഒരു പ്ലെയിൻ വാട്ടർ അത് 2.5 കപ്പ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. ഇത് ലേ വാട്ടർ, ഇതും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമേ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ജെല്ലി പോലെ ഒരു സ്റ്റിക്കി പോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ആവി കൊള്ളിക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എടുത്ത ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് നേരെ ഒഴിക്കുക. എന്നിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഒരു 10 മുതൽ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഏകദേശം സെറ്റായി കാണും കേട്ടോ. നിങ്ങൾക്ക് ഓപ്പൺ ആക്കി നോക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിന് ടോപ്പിങ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, പ്രത്യേകിച്ചൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, ഷുഗറോ ഒന്നും. ഈ ഒരു തേങ്ങ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ കുച്ചിന്ത ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങളിതിൻ്റെ ആ ഒരു പരുവം. അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാലോ. ഇനി ഇതിൻ്റെ ടോപ്പിങ്സ് വെക്കാം. ഇനി നേരെ കഴിക്കാം.